നമ്മളൊരു ശൂന്യതയിൽ നിന്നുകൊണ്ടല്ല ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മുമ്പിലൊരു കൂട്ടറുണ്ട്. സോഷ്യൽ മീഡിയയിലും പുറത്തുമൊക്കെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, കേരളത്തിലെ പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പല പേരുകൾ അറിയപ്പെടുന്ന, അവരുപയോഗിക്കാത്ത രണ്ട് പേരുകളേ ഉള്ളൂ: നാസ്തികർ, യുക്തിവാദികൾ. അതല്ലാത്ത പേരുകളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ ചിന്തകർ, നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് പലതരം ബാനറുകളിലും പേരുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, സമ്മേളനങ്ങളും പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ സജീവമായ ഒരു വിഭാഗം നമ്മുടെ മുമ്പിലുണ്ട്. അവരെ കൂടി മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ യുക്തിവാദികൾ എന്ന പേരിൽ പൊതുവെ അറിയപ്പെടുന്ന ഈ വിഭാഗത്തിൽ ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ വിഷയം നവനാസ്തികതയുടെ രാഷ്ട്രീയമാണ്. അന്തർദേശീയ പശ്ചാത്തലത്തിൽ നിന്ന് കൂടി നവനാസ്തികതയെ വിശകലനം ചെയ്യുകയാണ് എൻ്റെ വിഷയത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ മുഖവരയായിക്കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ പറയുകയാണ്. കേരളത്തിലെ നാസ്തികരെ, ഇവരൊക്കെ പറയുന്ന അടിസ്ഥാനപരമായി നാസ്തികതയാണ്. ദൈവനിഷേധവും മതനിഷേധവുമാണ് പല പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ എല്ലാ യുക്തിവാദി ഗ്രൂപ്പുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മതനിഷേധവും ദൈവനിഷേധവും തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ രണ്ട് ധാരകൾ, വ്യക്തമായ രണ്ട്, സജീവമായ രണ്ട് ധാരകൾ കേരളത്തിലെ യുക്തിവാദികൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് പഴയ ലോകത്തെ യൂറോപ്പിലായാലും കേരളത്തിലായാലും ഒക്കെ ഷമീം സാഹിബ് പറഞ്ഞതുപോലെ തന്നെ നാസ്തികത വികസിച്ചു വന്നത് തുടക്കത്തിൽ ഇടതുപക്ഷവുമായി, കമ്മ്യൂണിസവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം ആശയപരമായിട്ട് വളരെയധികം അടുപ്പമുള്ള രണ്ട് ആശയങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്ന നിലക്ക് കമ്മ്യൂണിസവുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് ലോകത്ത്, കേരളത്തിൽ അടക്കം നാസ്തികത വളർന്നതും ശക്തിപ്പെട്ട് ഇതൊക്കെ. അപ്പോൾ കമ്മ്യൂണിസം ദുർബലമായതോടുകൂടി കമ്മ്യൂണിസം ആശയപരമായി വലിയ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചതിൻ്റെ കാരണമായിട്ട് കൂടിയാണ് കേരളത്തിൽ നാസ്തികത ഒരു കാലത്ത് ദുർബലമായി തീർന്നതിൻ്റെ ഒരു പശ്ചാത്തലം അതും കൂടിയാണ്. ഇന്നിപ്പോൾ ഒരു പുതിയ തരം നാസ്തികത കേരളത്തിലും ലോകത്തുമൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നവനാസ്തികത എന്ന പേരിൽ, ന്യൂ എത്തീസം എന്ന പേരിൽ നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ട്. കേരളത്തിൽ രണ്ട് ധാരകൾ ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടത്. ഒന്ന് പഴയ ലെഫ്റ്റിസ്റ്റ് ഹാങ് ഓവറിൻ്റെ ഭാഗമായി, എന്നാൽ അവർ ലെഫ്റ്റിസ്റ്റുകളാണെന്ന് പറയാനായിട്ട് പറ്റുകയില്ല, ഹാങ് ഓവറായിട്ട് നിലനിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതിനപ്പുറത്ത് ഒരു വലതുപക്ഷ, റൈറ്റ് വിങ്, വലതുപക്ഷ മുതലാളിത്ത അനുകൂല, കൊളോണിയലിസ്റ്റ് അനുകൂല നാസ്തികത വളരെ കൃത്യമായിട്ട് കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. അതാണ് നാസ്തികതയിലെ സജീവമായ ധാര എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവർ തമ്മിൽ ആശയപരമായ സംഘർഷങ്ങൾ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. മതങ്ങളെ വിമർശിക്കുന്നത് പോലെ തന്നെ നാസ്തികർ തമ്മിലുള്ള ആശയപരമായ സംഘർഷങ്ങൾ കേരളത്തിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ പറയും പ്രകൃതിവാദം, നേരത്തെ ഷമീം സാഹിബ് സൂചിപ്പിച്ചതുപോലെ പ്രകൃതി പരിണാമവാദത്തിൽ നിന്ന് വരുന്ന പ്രകൃതി നിർദ്ധാരണം, പ്രകൃതിവാദം, അർഹതയുള്ളവരുടെ അതിജീവികൾ, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, ഇങ്ങനെയുള്ള പ്രകൃതിവാദം ആധാരമാക്കിക്കൊണ്ട് സംവരണം, ഫെമിനിസം ഉൾപ്പെടെയുള്ള പുതിയ ആശയധാരകളെ, പുതിയ സങ്കല്പങ്ങളെയും പുതിയ ആശയങ്ങളുമൊക്കെ എതിർക്കുന്ന, മുതലാളിത്തത്തെയും കൊളോണിയലിസത്തെയും ഒക്കെ പച്ചയായി ന്യായീകരിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസത്തെ, മാർക്സിസത്തെ പച്ചയായി വിമർശിക്കുന്ന, തുറന്നു കാണിക്കുന്ന ഒരു പുതിയ തരം നാസ്തികത കേരളത്തിൽ ഒരു വശത്ത് വളർന്നു വരുന്നുണ്ട്. മറുവശത്ത് അതിന് വിരുദ്ധമായിട്ടുള്ളൊരു ധാര, വളരെ ഒരു കൂട്ടർ പ്രകൃതിവാദികൾ സംവരണത്തെയൊക്കെ എതിർക്കുമ്പോൾ മറ്റുള്ളവർ, ചില ആളുകൾ പറയും മാനവികത പ്രകൃതി വിരുദ്ധമാണ് എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന യുക്തിവാദികളുടെ വളരെ പരസ്യമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മാനവികത പ്രകൃതി വിരുദ്ധമാണ്.
ഒരു വശത്ത് അവർ പറയും യുക്തിവാദം ശാസ്ത്രീയമാണെന്ന്, അതേ അവസരത്തിൽ പറയും മാനവികത പ്രകൃതിവിധമാണ് എന്ന് പറഞ്ഞാൽ പരിണാമത്തിൻ്റെ തത്വങ്ങൾക്ക്, പ്രകൃതി നിർദ്ധാരണത്തിൻ്റെ തത്വങ്ങൾക്ക് എതിരാണ് മാനവികത എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, സമ്മതിച്ചുകൊണ്ട് തന്നെ മാനവികത വേറെ എടുത്തിട്ട് നാസ്തികതയിൽ ഒട്ടിക്കുന്ന, എന്നിട്ട് വലിയ മാനവികതകളായിട്ട് ഹ്യൂമനിസ്റ്റുകളായിട്ട് സ്വയം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തരം നാസ്തികരെ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. മറുവശത്ത് പ്രകൃതിവാദത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് മുതലാളിത്തത്തെയും കൊളോണിസത്തിലേക്കുമൊക്കെ അനുകൂലിക്കുന്ന, പരസ്യമായി പിന്തുണക്കുന്ന ഒരു നാസ്തികരുടെ ധാര. ഇവരെയൊക്കെ കൂട്ടിയിണക്കുന്ന ഒരു ഘടകമുണ്ട്. ഈ എല്ലാ കേരളത്തിലെ നാസ്തികരെയും വലതുപക്ഷമായാലും ഇടതുപക്ഷമായാലും മധ്യപക്ഷമായാലും പരതല ഏത് പക്ഷമായാലും ഇവരെ മുഴുവൻ കൂട്ടിയിണക്കുന്ന ഒരു ധാരയുണ്ട്. അത് പച്ചയായി പറഞ്ഞാൽ ഇസ്ലാം വിരുദ്ധത, പുതിയ അക്കാഡമിക ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ. അത് പബ്ലിക് ഡിസ്കോഴ്സിൽ അംഗീകരിക്കപ്പെട്ട ഒരു വാക്കാണ് ഇസ്ലാമോഫോബിയ എന്നത്. ഇസ്ലാം വിരുദ്ധത നിങ്ങൾ ശ്രദ്ധിക്കുന്നതോ എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന, യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ, ഇവിടുത്തെ നാസ്തികരുടെ, യുക്തിവാദികൾ എന്നറിയപ്പെടുന്ന ആളുകളുടെ പ്രഭാഷണങ്ങളും ചർച്ചകളും അഭിമുഖങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ, ജസ്റ്റ് അതിൻ്റെ കണക്കൊന്ന് എടുത്തു നോക്കുക. വെറുതെ ഒരു തമാശക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോകളുടെയും പ്രഭാഷണങ്ങളുടെയും ഒക്കെ ഒരു ജസ്റ്റ് ഒന്ന് കണക്കൊന്ന് എടുത്തുകൊണ്ടിരിക്കും. അതിൽ എത്ര തന്നെ ഇസ്ലാമിനെ പറ്റിയുണ്ട്? ഏറ്റവും വളരെ കുറച്ച് അത്തീസത്തെപ്പറ്റി, നാസ്തികത, നിരീശ്വരവാദവും ആസ്തികതയുടെ ദർശനമൊക്കെ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഏറെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പുതിയ പുതിയ അവതാരങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മതം വിട്ടവരും മതം വിടാത്തവരും മതത്തിനുള്ളവരും പുറത്തുപോയവരും ഒക്കെയായിട്ടുള്ള പുതിയ പുതിയ അവതാരങ്ങൾ ദിവസം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിന് പല തരത്തിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ശൈലി, ഭാഷ, ഇത് വലിയ ഒരു സാമൂഹ്യ വിരുദ്ധതയാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മതത്തിനെതിരെ, വലിയ ഒരു ജനസമൂഹത്തിനെതിരെ ഇന്ത്യയിലെയും കേരളത്തിലെയും ലോകത്ത് മുഴുവനും നിലനിൽക്കുന്ന മുസ്ലിങ്ങൾ എന്ന വലിയ ഒരു ജനസമൂഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ, അവരുടെ പ്രവാചകനെ, അവരുടെ വേദഗ്രന്ഥത്തെ, അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ആശയപരമായ വിമർശനമല്ല ഇവിടെ പ്രശ്നം. പച്ചയായി സോഷ്യൽ മീഡിയയിൽ നിന്ദിക്കുന്ന, അവമതിക്കുന്ന, അവഹേളിക്കുന്ന, പരിഹസിക്കുന്ന, റിഡിക്യൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധമായ മതവിദ്വേഷം സൃഷ്ടിക്കുന്ന, ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇന്ത്യയെപ്പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മതസമൂഹത്തെ പൈശാചികവൽക്കരിച്ചുകൊണ്ട് അവരുടെ വേദഗ്രന്ഥങ്ങളെയും അവരുടെ പ്രവാചകനെയും ഒക്കെ ഡെമണൈസ് ചെയ്തുകൊണ്ട്, പൈശാചികവൽക്കരിച്ചുകൊണ്ട്, യുദ്ധക്കൊതിയനെന്നും ലൈംഗികമോഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് തന്നെ മറ്റ് ശത്രുതയാണ്. വ്യക്തമായ മതങ്ങൾക്കിടയിൽ, മതവിശ്വാസികൾക്കിടയിൽ വ്യക്തമായ സ്പർദ്ധ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വിരുദ്ധ പ്രതിഭാസമായി കേരളത്തിലെ നാസ്തികത വളർന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന് മുഖവരിയായി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക്, അതായത് നവനാസ്തിക, ഇത് ഞാനിത് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, മുഖവുര. ഇതാണ് നവനാസ്തികതയുടെ ആഗോള പശ്ചാത്തലം. നവനാസ്തികത, ന്യൂ എത്തീസം എന്ന് പറയുന്ന പ്രതിഭാസത്തിൻ്റെ ആഗോള പശ്ചാത്തലത്തിൻ്റെ ഒരു കേരളീയ പരിസരമാണ് ഞാനിപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞത്. ന്യൂ എത്തീസം, നവനാസ്തികത എന്ന് പറയുന്ന ഈ സംഗതി തുടങ്ങുന്നത്, അതിൻ്റെ ഉത്ഭവം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കരുത്. 4 ആളുകളാണ്, വളരെ പ്രശസ്തരായ 4 ആളുകൾ. ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗോഡ് ഡെല്യൂഷൻ, നേരത്തെ ഷമീർ സാഹിബ് പറഞ്ഞ ഗോഡ് ഡെല്യൂഷൻ എഴുതിയ റിച്ചാർഡ് ഡോക്കിൻസ്, ഏറ്റവും അറിയപ്പെടുന്ന ആൾ. 4 ഹോഴ്സ്മെൻ അവരെ വിളിക്കുന്നത്, 4 കുതിരക്കാർ. ബൈബിളിലുള്ള ഒരു ഹോഴ്സ്മെൻ എന്നുള്ള പ്രയോഗത്തെ കടമെടുത്തുകൊണ്ട് അവരെ തന്നെ വിശേഷിപ്പിക്കാൻ വേണ്ടി പാശ്ചാത്യൻ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഗ്രന്ഥകാരന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കാണ് 4 ഹോഴ്സ്മെൻ, 4 കുതിരക്കാർ. ഒന്ന് റിച്ചാർഡ് ഡോക്കിൻസ്, ഗോഡ് ഡെല്യൂഷൻ എഴുതിയ റിച്ചാർഡ് ഡോക്കിൻസ്. മറ്റൊന്ന് സാം ഹാരിസ്, എൻഡ് ഓഫ് ഫെയ്ത്ത് എന്നുള്ള പുസ്തകം എഴുതിയ സാം ഹാരിസ്. പിന്നൊന്ന് ക്രിസ്റ്റഫർ ഹിച്ചൻസ്, ഡാനിയൽ ഡെന്നറ്റ്. ഈ 4 ആളുകളാണ് ന്യൂ എത്തീസത്തിൻ്റെ, നവനാസ്തികതയുടെ ആചാര്യന്മാരായിട്ട് അറിയപ്പെടുന്നത്. ഇവർക്ക് പുറമെ അതിന് ശേഷം വന്ന
പുതിയ എഴുത്തുകാരും ചിന്തകന്മാരൊക്കെ ധാരാളമായിട്ട്. ഈ 4 ആളുകളുടെ പേരിലാണ് ന്യൂ അത്തീസം അറിയപ്പെടുന്നത്. ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഇസ്ലാം വിരുദ്ധത, ഇസ്ലാമോ ഫോബിക് ആയിട്ടുള്ള നവനാസ്തികതയുടെ മുഖം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ. ഇത് തുടങ്ങുന്നത് 9/11 അമേരിക്കയിലെ ന്യൂ വേൾഡ് ട്രേഡ് സെൻറ്റർ ഒരു ഭീകരാക്രമണത്തിലൂടെ തകർക്കപ്പെട്ട 9/11 എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവത്തിൻ്റെ തൊട്ടുടനെയാണ് സാം ഹാരിസ് എൻഡ് ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകം എഴുതുന്നത്. ഈ പുസ്തകമാണ് നവനാസ്തികതയുടെ ആദ്യത്തെ കൃതിയായിട്ട്. ഇതിന് പ്രത്യേകിച്ച് ആശയപരമായ പുതിയ അടിത്തറയൊന്നും നവനാസ്തികതയ്ക്കില്ല. അത്തീസത്തിൽ നിന്ന് ഭിന്നമായ ഒരു പുതിയ ആശയമോ ഒരു പുതിയ സിദ്ധാന്തമോ ഒന്നും നവനാസ്തികത യഥാർത്ഥത്തിൽ സമർപ്പിക്കുന്നില്ല. ഈ 4 പുസ്തകങ്ങളിലൂടെ ഒരുപാട് വിറ്റഴിക്കപ്പെട്ട, മില്യൺ കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട ഈ പുസ്തകങ്ങളിലൂടെയും അവരുടെ ഇൻ്റർവ്യൂകളിലൂടെയും അവരുടെ പ്രചാരവേലകളിലൂടെയും ഒക്കെയാണ് ഈ അത്തീസം, ന്യൂ അത്തീസം എന്ന് പറയുന്ന ഈ പുതിയ പ്രസ്ഥാനം ലോകത്ത് വേരുപിടിക്കുന്നത്. ഈ സാം ഹാരിസ് എൻഡ് ഓഫ് ഫെയ്ത്ത് എഴുതുന്ന ആ കാലത്ത് തന്നെ അതിൻ്റെ മുമ്പ് തന്നെ റിച്ചാർഡ് ഡോക്കിൻസ് എഴുതിയ ഒരു ലേഖനമുണ്ട്, ടൈം ടു സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻ്റർ 9/11 പശ്ചാത്തലത്തിൽ ടൈം ടു സ്റ്റാൻഡ് അപ്പ്, നമ്മൾ മതത്തിനെതിരെ എഴുന്നേറ്റ് നിൽക്കേണ്ട സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയൊരു പുസ്തകമുണ്ട്. ഇങ്ങനെ ഈ 4 പേർ ഏത് തരത്തിലുള്ള ആശയമാണ് മുന്നോട്ട് വെച്ചതെന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ പ്രത്യയശാസ്ത്ര പരിസരം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ, വേറെ ഒരുപാട് ചില സവിശേഷതകൾ ഇതിന് പുറമെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, വ്യക്തമാക്കി പറഞ്ഞാൽ, ന്യൂ എത്തീസം എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ ഇസ്ലാമോഫോബിക് ക്യാപിറ്റലിസ്റ്റിക് പ്രൊജക്റ്റാണ്. ഇത് ഞാൻ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കില്ല. ഈ 4 ആളുകളുടെ എഴുത്തുകളും അവരുടെ ക്യാമ്പയിനിങ്ങും പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ന്യൂ അത്തീസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റാണ്. ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. സാം ഹാരിസിൻ്റെ എൻഡ് ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകത്തിൽ പറയുന്ന ചില ഉദ്ധരണികൾ മാത്രം. സാം ഹാരിസിൻ്റെ പുസ്തകമാണ് ഇതിൽ നിന്ന് തുടക്കം ഞാൻ പറഞ്ഞല്ലോ. ആ പുസ്തകത്തിൽ പറയുന്ന ഈ 2019 ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ജോർജ് ബുഷ് 2 യുദ്ധങ്ങൾ നടത്താൻ കാരണമാക്കിയത് എന്താണ്? കാരണമായിട്ട് തിരഞ്ഞെടുത്തത് 9/11 എന്ന ഈ സംഭവമാണ്. ഒന്ന് ഇറാഖ് യുദ്ധം, അതിനു മുമ്പ് അഫ്ഗാനിസ്ഥാൻ. ഈ യുദ്ധം, ഇറാഖ് എന്ന് പറഞ്ഞാൽ അൽഖായിദയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇറാഖിൽ പോയിട്ട് ഇറാഖിനെ തകർത്ത് നശിപ്പിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി 2 ഭീകരമായ യുദ്ധങ്ങൾക്ക് ജോർജ് ബുഷ് അടിസ്ഥാനമാക്കിയത് ഈ 9/11, പ്രകോപനമാക്കി മാറ്റിയത് ഈ 9/11 എന്ന സംഭവമാണ്. ഏത് തരത്തിലാണോ ജോർജ് ബുഷ് 9/11 ഉപയോഗിച്ചത്, അതേ രീതിയിലാണ് ഈ പറഞ്ഞ നവനാസ്തികരും 9/11 ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പുതിയ ഇസ്ലാം വിരുദ്ധ ഐഡിയോളജിയെ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചത്. പച്ചയായി എത്രത്തോളം പറഞ്ഞാൽ, ഇസ്ലാം ഈസ് എ തറോ ഗോയിങ് കൾട്ട് ഓഫ് ഡെത്ത്സ്. ഇസ്ലാം ഈസ് എ തറോ ഗോയിങ് കൾട്ട് ഓഫ് ഡെത്ത്. ഇസ്ലാം മരണത്തിൻ്റെ കൾട്ടാണ്. ഇതാരാ പറയുന്നത്? സാം ഹാരിസിൻ്റെ എൻഡ് ഓഫ് ഫെയ്ത്ത്സ് എന്ന പുസ്തകത്തിൽ നിന്ന്. ഒക്കെ പറഞ്ഞിട്ട് ഇറ്റ് ഈസ് ദി സ്പെസിഫിക് ടെനറ്റ്സ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ ടെനറ്റ്സിൻ്റെ വ്യത്യാസം. നവനാസ്തികതയും പഴയ നാസ്തികതയും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇവർ ഭയങ്കര അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ മതത്തിൽ നിന്ന് മതത്തെ വിമർശിക്കുക, മതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, മതത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുക, അതൊക്കെയായിരുന്നു പണ്ടൊക്കെ നാസ്തികതയുടെ ഒരു ശൈലി. അതിന് ആ രൂപത്തിൽ മതത്തെ, ഇവരെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മതത്തെ നശിപ്പിക്കുന്ന, മതത്തെ വിമർശിക്കുക മാത്രമല്ല മതത്തെ നശിപ്പിക്കുക, മതത്തെ ഇല്ലാതാക്കുക. അവരുടെ ഭാഷയും നമുക്കാണ് ഇവിടുത്തെ യുക്തിവാദികളുടെയൊക്കെ ശരീരഭാഷ എടുത്തു നോക്കിയാൽ എത്രമാത്രം അക്രമാസക്തമായിട്ടാണ് അവർ മതത്തെക്കുറിച്ച്, പ്രവാചകനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. നമ്മൾ അത്ഭുതപ്പെട്ടു. എന്തൊരു ദേഷ്യമാണ്, എന്തൊരു പരിഹാസമാണ് അവരുടെ ശൈലിയിൽ. ഇവർ മതത്തെ ഭയങ്കരമായ അക്രമത്തിൻ്റെയും വയലൻസിൻ്റെയും ഭീകരതയുടെയും വർഗീയതയും ഒക്കെ ഭയങ്കരമായ പ്രതീകങ്ങളായിട്ടാണ് ഇസ്ലാമിനെയും മതങ്ങളെയൊക്കെ ചിത്രീകരിക്കുന്നത്. അവരുടെ ശരീരഭാഷയും അവരുടെ ശൈലിയുമാണ് ഏറ്റവും വലിയ വയലൻസ് എന്ന് കാണാൻ കഴിയും.
ഏതെങ്കിലും ഒരു കാലത്ത് ഈ ചങ്ങായിമാരുടെ കയ്യിൽ വല്ല അധികാരവും വന്ന് കിട്ടിയാൽ എന്താണ് ഇവരെ മതത്തെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇവരുടെ ശരീരഭാഷയിൽ നിന്ന് ഇവരുടെ ശൈലിയിൽ നിന്ന് ഊഹിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് മറ്റൊരു ഐഡിയോളജി ആയിട്ട് മാറുകയാണ്. ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് മറ്റ് ദൈവങ്ങളെ അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നാസ്തികനായ ദൈവം എന്ന് ആരോ പുസ്തകത്തിന് ഹെഡിങ് കൊടുത്തപ്പോൾ ഇതാണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ദൈവം നാസ്തികൻ തന്നെ ദൈവമായി മാറുക, ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് നാസ്തികൻ തന്നെ ദൈവമായി മാറുന്ന ഒരവസ്ഥയാണോ എന്ന് ഒരു വ്യാഖ്യാനത്തിന് കൂടി പ്രസക്തിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു വന്ന സാം ഹാരിസിനെ കുറിച്ചാണ്. ഇവരുടെ വിമർശനത്തിൻ്റെ ശൈലി, അതായത് മതത്തെ തകർക്കുക, ഇവരുടെ ഭാഷ ശൈലി ഡോക്കിൻസിൻ്റെയും ഹാരിസിൻ്റെയും ക്രിസ്റ്റഫർ ഹിച്ചൻസിൻ്റെയും ഡാനിയൽ ഡെന്നറ്റ് പൊതുവെ പാവാണ്. മൂപ്പർക്ക് ഇത്തരം ഗിമ്മിക്കുകൾ അറിയാത്ത ഒരു പാവ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ഈ മൂന്നാളുകളുടെ പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഈ വാചക കസർത്ത് കൊണ്ട് പേരെടുക്കുക, അതാണ് ഈ സൈബർ എത്തീസ് എന്നൊക്കെ പറയുന്നത്. പരിഹാസം, അഗ്രസീവായിട്ടുള്ള ഭാഷ, വയലൻ്റ് ആയിട്ടുള്ള ഭാഷ. അത് ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം, ഇവർ വെറുതെ പറയല്ല. അപ്പോൾ ഇതിൻ്റെ രസം തന്നെയാണ് കേരളത്തിൽ ഇതിനൊക്കെ വിമർശിക്കുന്നവർ വളരെ കുറവാണ്. കേരളത്തിൽ ഇവരിങ്ങനെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇവർക്കെതിരെ വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഏറ്റവും അധികം വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തീസ്റ്റുകളാണ്. കാരണം ഇത് അത്തീസത്തെ തന്നെ തകർക്കുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ തരത്തിലുള്ള പ്രചാരണ ശൈലി, വിമർശന ശൈലി നാസ്തികതയെ തന്നെ തകർക്കും. സാമൂഹ്യ വിരുദ്ധമായ ഈ ഒരു ശൈലി നാസ്തികതയെ തന്നെ തകർക്കുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ തന്നെയാണ് ഇറ്റ് ഇസ് ടൈം ലെറ്റ് us save atheism from new atheism എന്നും മറ്റൊരു ലേഖനം, ഒരു പ്രശസ്ത ഓസ്ട്രേലിയൻ ലെഫ്റ്റിസ്റ്റ് എഴുത്തുകാരൻ്റെ ലേഖനം, ലെറ്റ് us save atheism from new atheism. ന്യൂ അത്തീസത്തിൽ നിന്ന് നമുക്ക് അത്തീസത്തെ രക്ഷിക്കാൻ സമയമായി. ഇതുപോലുള്ള ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ, പഠനങ്ങൾ, ലേഖനങ്ങളൊക്കെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഈ ന്യൂ അത്തീസത്തെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് മിലിറ്റൻ്റ് അത്തീസം എന്നാണ്. മിലിറ്റൻ്റ് മതത്തെ, ഇസ്ലാമിനെ പറ്റിയൊക്കെ വിമർശിക്കാറുണ്ടല്ലോ, മിലിറ്റൻ്റ് ഇസ്ലാം. ഇവരെ അത്തീസ്റ്റുകൾ, യൂറോപ്യൻ അത്തീസ്റ്റുകളൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മിലിറ്റൻ്റ് അത്തീസം അല്ലെങ്കിൽ സെക്യുലർ ഫണ്ടമെൻ്റലിസം, സെക്യുലർ മൗലികവാദം. ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ന്യൂ അത്തീസ്റ്റുകൾ യൂറോപ്പിലെ പടിഞ്ഞാറൻ ലോകത്ത് വിമർശിക്കപ്പെടുന്നത്. സാം ഹാരിസിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള മറ്റൊരു ഉദ്ധരണിയാണ് certain beliefs are intrinsically dangerous. ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്. അന്ന് അതിൽ ഒരു ചാപ്റ്റർ ഈ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ഇസ്ലാമിനെ കുറിച്ച് മാത്രമാണ്. വേറെ ഒരു മതത്തിനും പ്രത്യേകമായിട്ട് ചാപ്റ്ററില്ല. ഒരു ചാപ്റ്റർ ഇസ്ലാമിനെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയിട്ട് ഈ പുസ്തകത്തിൽ ഒരു ചാപ്റ്ററുണ്ട്. certain beliefs are intrinsically dangerous. അങ്ങനെ ഇസ്ലാമിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് ചില വിശ്വാസങ്ങൾ ഇൻട്രിൻസിക്കലി, സഹജമായി തന്നെ ആപൽക്കാരിയാണ്. ടോർച്ചർ ഈസ് റാഷണലി ജസ്റ്റിഫൈഡ്. ടോർച്ചർ ഈസ് റാഷണലി ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകളെ, ഇത്തരം മതങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടോർച്ചർ, മർദ്ദനം റാഷണലി ജസ്റ്റിഫൈഡ്, യുക്തിപരമായിട്ട് ന്യായീകരിക്കപ്പെടും എന്ന് ഇറാഖ് യുദ്ധത്തെയൊക്കെ പച്ചമായിട്ട്, അതിനേക്കാൾ പച്ചയായിട്ട് ന്യായീകരിക്കുന്നു. ഞാൻ വായിച്ചുതരാം. ഹാരിസിൻ്റെ വേറെ പ്രശസ്തമായ ഉദ്ധരണി, വാട്ട് വി വിൽ ഡു if an Islamist regime ever acquires long-range nuclear weaponry. The only thing likely to ensure our survival may be a nuclear first strike our own. മനസ്സിലായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്നെങ്കിലും ന്യൂക്ലിയർ വെപ്പൺറി കൈവശപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം അവർ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് അവരാക്രമിച്ച് നശിപ്പിക്കുക മാത്രമാണ് എന്ന് പറയുന്നത് സാം ഹാരിസ് ഈ പുസ്തകത്തിൽ പച്ചയായിട്ട് പറയുന്ന കാര്യമാണ്. എന്നിട്ടും തീർന്നില്ല. ഇറാഖ് യുദ്ധത്തെക്കുറിച്ച് പറയുന്നത്, ജോർജ് ബുഷിൻ്റെ ഇറാഖ് യുദ്ധത്തെക്കുറിച്ച് സാം ഹാരിസ് പുസ്തകത്തിൽ പറയുന്നത് സിവിലൈസ്ഡ് ഹ്യൂമൻ ബീങ്സ് ആർ, മനസ്സിലാക്കണം, സിവിലൈസ്ഡ് ഹ്യൂമൻ ബീങ്സ് ആർ നൗ attempting at considerable cost to themselves to improve life for the Iraqi people. Civilized human beings are now attempting at some considerable cost to themselves to improve life for the Iraqi people.
അതായത് പരിഷ്കൃതരായ ജനത എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർ, പരിഷ്കൃതരായ ഇറാഖ് യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ജോർജ് ബുഷിൻ്റെ ഇറാഖ് യുദ്ധത്തെക്കുറിച്ച് സാം ഹാരിസ് എഴുതി വച്ചിരിക്കുന്നത് പരിഷ്കൃതരായ ജനത, സിവിലൈസ്ഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ വൈറ്റ് സുപ്രീമസി, പിന്നെ യൂറോപ്യൻസ്. പരിഷ്കൃതരായ ഈ ജനത ടു ഇംപ്രൂവ് ദ ലൈഫ്സ് ഓഫ് ഇറാഖികളുടെ പിന്നെ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ബാർബറിക് ആയിട്ടുള്ള അതർ, ഇതാണ് ഇമ്പീരിയൽസ് എന്ന് പറയുന്നത്. പിന്നെ സാമുവൽ ഹണ്ടിങ്ടണൊക്കെ മുന്നോട്ട് വെച്ച ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ഉണ്ടല്ലോ, ഫുക്കിയാമ മുതൽ സാമുവൽ ഹണ്ടിങ്ടണൊക്കെ മുന്നോട്ട് വെച്ച ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ, ഇസ്ലാമും വെസ്റ്റും തമ്മിലുള്ള സംസ്കാരങ്ങൾ തമ്മിലുള്ള ഈ സംഘടനം, ദ സുപ്പീരിയർ വെസ്റ്റ്, ദ ഇൻഫീരിയർ ദി അതർ, ദാറ്റ് ഈസ് മുസ്ലിംസ് അഥവാ അറബ്സ്, മുസ്ലിംസ്. ഇതിനെ അറബ്സിനെ അതർ അപരന്മാരായി കണ്ടുകൊണ്ട് വൈറ്റ് സുപ്രീമസി റൈറ്റ് വിങ് മുന്നോട്ട് വെക്കുന്ന വ്യക്തമായി റൈറ്റ് വിങ് ഐഡിയോളജി. ഇതിൽ പറയുന്നത് പിന്നെ ഈ ഇറാഖ് യുദ്ധത്തിൽ നമ്മൾ സിവിലൈസ്ഡ് സമൂഹം, പിന്നെ ഇറാഖി ജനതയുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പിന്നെ ജോർജ് ബുഷ് അമേരിക്ക യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ പച്ചയായിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അറബ്സിനെ പറ്റി പറയുന്ന, മുസ്ലിംസിനെ പറ്റി പറയുന്ന, ഇറ്റ് ഈസ് ടൈം ഫോർ us ടു അഡ്മിറ്റ് ദാറ്റ് നോട്ട് ഓൾ കൾച്ചേഴ്സ് ആർ അറ്റ് ദ സെയിം സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ ഉദ്ധരണികൾ വായിക്കുന്നില്ല. ഡെമോഗ്രാഫിക് ട്രെറ്റ്, ഇതൊക്കെ സ്ഥിരമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന, ഇന്ത്യയിലായാലും കേരളത്തിലായാലും ലോകത്തുടനീളം വെസ്റ്റ് ആയാലും ഇസ്ലാമോഫോബിയുടെ ഭാഗമായിട്ട് ഉന്നയിക്കപ്പെടുന്നതാണ് ഈ ഡെമോഗ്രാഫിക് ത്രെറ്റ്. മുസ്ലിം ജനസംഖ്യ ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അത് പിന്നെ മറ്റ് സമൂഹങ്ങൾക്ക് ഭീഷണിയാണ്, രാജ്യങ്ങൾക്ക് ഭീഷണിയാണ് എന്ന ഈ പിന്നെ ഫോബിയ വളർത്തിയെടുക്കുക. ഇത് സാം ഹാരിസിൻ്റെ പുസ്തകത്തിൽ ധാരാളമായിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഉദ്ധരണിയിൽ അദ്ദേഹം പറയുന്നത്, ഒരുപക്ഷെ ഇത് വ്യക്തമായിട്ട് തുറന്നു പറയാൻ തയ്യാറാകുന്ന യൂറോപ്പിലുള്ള ഒരേ ഒരു വിഭാഗം ഫാഷിസ്റ്റുകളാണ്, നിയോനാസികൾ എന്നറിയപ്പെടുന്ന ഫാഷിസ്റ്റുകൾ, യൂറോപ്യൻ ഫാഷിസ്റ്റുകളാണെന്ന് പച്ചയായിട്ട്, ഈ യാഥാർത്ഥ്യം തുറന്നു പറയാൻ തയ്യാറാവുന്ന ഒരേ ഒരു വിഭാഗം ഫാഷിസ്റ്റുകളാണ് എന്ന് പച്ചയായിട്ട് സാം ഹാരിസ് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതാണ് ഒരാളുടെ അവസ്ഥ. ഇനി ഡോക്കിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇയാളുടെ ഇസ്ലാമോഫോബിക് കമൻസിന് ഒരുപാട് ഇതുപോലെ ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും വളരെ പ്രകടമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വ്യക്തമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഡച്ച് പൊളിറ്റീഷ്യൻ ഉണ്ട് ഗിയേർട്ട് വിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ, ഭയങ്കരമായ മുസ്ലിം വിരുദ്ധൻ അറിയപ്പെടുന്ന കുപ്രശസ്തനായ നെതർലാൻഡ്സിലെ ഡച്ച് പൊളിറ്റീഷ്യൻ. ഇയാൾ പിന്നെ ഖുർആൻ നിരോധിക്കണം, പള്ളികൾ നിരോധിക്കണം, ഇമിഗ്രേഷൻ കുടിയേറ്റം നിരോധിക്കണം എന്നൊക്കെ മറ്റ് ഭയങ്കരമായ പ്രക്ഷോഭം നടത്തി വിവാദ പുരുഷനായി. എന്ന് മാത്രമല്ല, ഫിത്ന എന്ന് പറഞ്ഞിട്ട് ഇയാളൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി. പ്രവാചകനെ ഇതിനെ ഒരു ടൈം ബോംബുമായിട്ട് ബന്ധപ്പെടുത്തി, പ്രവാചകൻ്റെ തല ഒരു ടൈം ബോംബുമായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വളരെ പ്രകോപനപരമായ ഒരു ഫിലിം ഫിത്ന എന്നതിൻ്റെ പേരിൽ ഭയങ്കരമായ വിമർശനം പാശ്ചാത്യ ലോകത്ത് വരുത്തിവെച്ച ഈ വിൽഡേഴ്സ്, ഇയാളെ ഈ സംഭവത്തിന് ഡോക്കിൻസ് പിന്നെ അപ്പോൾ ഇയാൾക്കെതിരെ ഭയങ്കരമായ വിമർശനങ്ങൾ വന്നപ്പം ഡോക്കിൻസ് പച്ചയായിട്ട് ഇയാളെ ന്യായീകരിച്ചു. ഡോക്കിൻസ് ഒരു ട്വീറ്റിൽ പറഞ്ഞത്, ഇയാളെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഇയാൾ പറഞ്ഞു ഖുറാനും പിന്നെ സ്ക്രിപ്റ്റേഴ്സൊക്കെ, ഖുറാനും ഹദീസുകളൊക്കെ വേദങ്ങളിൽ നിന്നൊക്കെ ഉദ്ധരിച്ചിട്ട് പറയുകയും ചെയ്യുന്നു, ഇയാളൊരു പ്രകോപനവും സൃഷ്ടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഡോക്കിൻസ് പറയുന്നത്, ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ഫിത്ന എലോൺ ഐ സല്യൂട്ട് യു മീൻസ് വിഡൻസ്, ഇയാളെ ഐ സല്യൂട്ട് യു ആസ് ദ മാൻ ഓഫ് കറേജ് ഹു ഹാസ് ദി ബോൾസ് ടു സ്റ്റാൻഡ് അപ്പ് ടു എ മോൺസ്ട്രസ് എനിമി. ഇത്ര വലിയ ഒരു ശത്രുവിനെതിരെ എഴുന്നേറ്റ് നിൽക്കാൻ ധൈര്യം കാണിച്ച നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നുവെന്ന് ഡോക്കിൻസ് പച്ചയായിട്ട് ട്വീറ്റ് ചെയ്തു. ഇതാണ് ന്യൂ അത്തീസത്തിൻ്റെ പ്രത്യയശാസ്ത്രം, ഇസ്ലാമോഫോബിയ, ഇസ്ലാം വിരുദ്ധത എന്ന് പറയുന്നത്. വേറെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മുഹമ്മദ് അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു സുഡാനീസ് ഒറിജിനായ പിന്നെ ബ്രിട്ടീഷ് പയ്യൻ, ഒരു ക്ലോക്ക് ബോയ്, നിങ്ങളൊക്കെ പിന്നെ അറിഞ്ഞിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്ലോക്ക് ബോയ് എന്നറിയപ്പെടുന്ന ഒരു കുട്ടി, ഒരു സുഡാനീസ് മുസ്ലിം വിദ്യാർത്ഥി ഒരു അസംബിൾ ചെയ്ത ക്ലോക്കുമായിട്ട് സ്കൂളിൽ വന്നു. അപ്പോൾ ഇത് ബോംബാണ് എന്ന്
തെറ്റിദ്ധരിച്ചിട്ട് പിന്നെ സ്കൂൾ അധികൃതർ പോലീസുകാരെ വിളിച്ചു. ഭയങ്കര സംഭവമായി. ഈ കുട്ടീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവസാനം ഭയങ്കര പ്രക്ഷോഭം പ്രതിഷേധമൊക്കെ വന്നപ്പോൾ വിട്ടയച്ചു. ഈ സംഭവത്തെ ഡോക്കിൻസ് ഈ കുട്ടീനെ വിമർശിച്ചുകൊണ്ട് ഈ കുട്ടിയെയും ഒരു ഐ എസിൻ്റെ ഒരു ബോംബർ ഉണ്ടായിരുന്നു, ഒരു പ്രായം കുറഞ്ഞ ഒരു IS ബോംബർ, ആ കുട്ടിയുമായിട്ട് ഈ കുട്ടിയെ താരതമ്യം ചെയ്തുകൊണ്ട് ട്വീറ്റ് ചെയ്തു. അങ്ങനെ ഇത് ഭയങ്കര വിവാദമായപ്പം ട്വിറ്റർ പിൻവലിച്ച് എന്ന് പിന്നെ വളരെ ദുർബലമായ ന്യായം പറഞ്ഞത് ട്വിറ്റർ പിൻവലിച്ചു. എന്നിട്ട് മാപ്പ് പറയാൻ തയ്യാറായില്ല. അപ്പോൾ ഞാനിതൊക്കെ ഉദ്ധരിക്കുന്നത് ഈ നവനാസ്തികതയുടെ മതവിരുദ്ധമായ ഈ അടിസ്ഥാനം, ഇത് ഇസ്ലാമോഫോബിക്കാണ് അടിസ്ഥാനം. ഇസ്ലാമോഫോബിക്കാണ്. അതിനേക്കാൾ ഏറെ കൊളോണിയലിസ്റ്റാണ്, ക്യാപിറ്റലിസ്റ്റാണ്. റൈറ്റ് വിങ് കൊളോണിയലിസത്തെ പച്ചയായി, ഈ വൈറ്റ് സുപ്രീമസി, ഇവരൊക്കെ മെയിൽസ് ഇങ്ങനെ വിമർശനം കൊണ്ടിട്ട് ഇവർ ഇസ്ലാം വിരുദ്ധർ മാത്രമല്ല, ഭയങ്കരമായ തമാശ. ഇവർ പിന്നെ സ്ത്രീവിരുദ്ധർ. ഇവിടുത്തെ നാസ്തികന്മാരൊക്കെ ഭയങ്കര സ്ത്രീവാദികളും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രചാരകന്മാരായിട്ടൊക്കെ ഭയങ്കരമായ ആളുകളായിട്ടൊക്കെ സ്വയം അവകാശപ്പെടുന്നവരാണ്. നിങ്ങൾ പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ, പിന്നെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, സെക്സിസം, ന്യൂ എത്തീസം ആൻഡ് സെക്സിസം. ഇത് വെറുതെ ഗൂഗിൾ ചെയ്താൽ ഒരുപാട് ലേഖനങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരൊക്കെ എഴുതിയ ലേഖനങ്ങൾ ഇവരുടെ സമ്മേളനങ്ങളിലൊക്കെ, എത്തീസ്റ്റുകളുടെ ഫ്രീ തിങ്കേഴ്സിൻ്റെ ഒക്കെ സമ്മേളനങ്ങളിൽ സ്ത്രീകൾ ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നതിന് ഇതിന് വേറെ ന്യായം കൂടിയുണ്ട്. കാരണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, പരിണാമ സിദ്ധാന്തപ്രകാരം ഡോക്കിൻസൊക്കെ മുന്നോട്ട് വെക്കുന്ന പരിണാമ സിദ്ധാന്തപ്രകാരം പുരുഷനാണ് ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ളത്. ഫിസിക്കലി സ്ട്രെങ്ത് ഉള്ള പുരുഷന് സ്ത്രീയെ ബലാത്സംഗം ചെയ്യാനും സ്ത്രീയെ റേപ്പ് ചെയ്യാനും സ്ത്രീയെ അബ്യൂസ് ചെയ്യാനും പ്രകൃതിപരമായി തന്നെ അവകാശമുണ്ട് എന്ന അവരുടെ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ന്യായം വെച്ചുകൊണ്ടുകൂടിയാണ് ഈ ഫെമിനിസത്തോടൊക്കെയുള്ള സ്ത്രീവാദത്തോടൊക്കെയുള്ള ഈ ന്യൂ എത്തീസ്റ്റുകളുടെ എതിർപ്പ് രൂപപ്പെടുന്നത്. ഇവർ വളരെ കുപ്രസിദ്ധരാണ്, മെയിൽ ഡോമിനേറ്റഡാണ്. ഈ നാലാളുകളും പൊതുവേ ഈ ന്യൂ എത്തീസം എന്ന് പറയുന്നത് മെയിൽ ഡോമിനേറ്റഡ് ആണ് എന്ന പിന്നെ വിമർശനം യൂറോപ്യൻ ലോകത്ത്, അമേരിക്കയിലൊക്കെ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമർശനമാണ്. ഇതാണ് ന്യൂ എത്തീസത്തിൻ്റെ ഒരു പരിസരം, പ്രത്യയശാസ്ത്രപരമായ ചരിത്രപരമായ ഇത് ഉത്ഭവിക്കുന്ന അതിൻ്റെ ഒരു പശ്ചാത്തലം. ഇതിൻ്റെ പല തരത്തിലുള്ള അനുരണനങ്ങളാണ് കേരളത്തിലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം ഇസ്ലാം വിരുദ്ധമായി മാറുന്നത്? ഈ ഇസ്ലാം വിരുദ്ധതയ്ക്ക് പല മാനങ്ങളുണ്ട്, പല തരത്തിൽ. ഒന്ന്, ഇസ്ലാം പലയിടത്തുനിന്നും പിന്നെ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നൊക്കെ ചരിത്രത്തിൽ നിന്നൊക്കെ സംഭവങ്ങളും ഉദ്ധരണികളൊക്കെ വക്രീകരിച്ച് ഉദ്ധരിച്ച് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്ന ഭയങ്കരമായ ക്യാമ്പയിൻ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല തരത്തിൽ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള പ്രചാര വേലകൾ കേരളത്തിലെ നാസ്തികർ നടത്തിക്കൊണ്ടിരിക്കുന്നത് യാദൃച്ഛികമല്ല. ഇത് ന്യൂ എത്തീസത്തിൻ്റെ നവനാസ്തികത എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തിൻ്റെ ഒരു ആശയപരമായ പിന്നെ സവിശേഷതയിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാണെന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞത്. ഇനി ഇവരുമായി ബന്ധപ്പെട്ട ഈ ന്യൂ എത്തീസവുമായി ബന്ധപ്പെട്ട 10 മിനിറ്റ് ബാക്കിയുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇവർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സയൻറ്റിസത്തെക്കുറിച്ച് ഷമീം സാഹിബ് പറയുകയുണ്ടായി, ശാസ്ത്രമാത്രവാദം. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ പിന്നെ ഡോക്കിൻസ് പറഞ്ഞിട്ടുണ്ട്, ദ എക്സിസ്റ്റൻസ് ഓഫ് നോൺ എക്സിസ്റ്റൻസ് ക്യാൻ ബി പ്രൂവൺ സയൻറ്റിഫിക്കലി എന്ന അർത്ഥത്തിൽ ഡോക്കിൻസ് പറയുന്നുണ്ട്. അതായത് എല്ലാം ശാസ്ത്രത്തിലൂടെ തെളിയിക്കാൻ പറ്റും. ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ശാസ്ത്രീയമായി തെളിയിക്കേണ്ട ബൈ പ്രിൻസിപ്പിൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ന് ഡോക്കിൻസ് പറയും. ഇത് വളരെ മൗലികമായൊരു പ്രശ്നമാണ്. മതം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്നൊരു കാര്യമല്ല. ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത്, കവിത എന്ന് പറയുന്നത്, മനസ്സ് എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത്, മൂല്യങ്ങൾ, ഇതൊന്നും പിന്നെ പരീക്ഷണ നാളി അല്ലെങ്കിൽ പിന്നെ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തി തെളിയിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇത് എംപിരിസത്തിൻ്റെ പുറത്താണ്. ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എംപിരിസത്തിൻ്റെ പുറത്താണ്. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റും എന്ന ശാസ്ത്രമാത്രവാദമാണ് ന്യൂ എത്തീസ്റ്റുകളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഈ അൽ ജസീറയുടെ ഒരു വളരെ പ്രശസ്തനായ കറസ്പോണ്ടൻറ്റ് ഡോക്കിൻസുമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയണ്ടല്ലോ എല്ലാം എവിഡൻസ് വേണം, ദൈവത്തിൻ്റെ എവിഡൻസ് വേണം, പരലോകത്തിൻ്റെ എവിഡൻസ് വേണം, എല്ലാത്തിനും വളരെ ടാഞ്ചിബിളായി വളരെ കൃത്യമായിട്ടുള്ള എവിഡൻസ് വേണം. ഈ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് എന്താണ് നിങ്ങളുടെ അടുത്തുള്ള എവിഡൻസ്? ഈ വലിയ ബുദ്ധിജീവി പറയുന്ന മറുപടി, അത് എൻ്റെ ഭാര്യയുടെ കണ്ണിൽ നോക്കിയാൽ
മുഖത്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. ഇത്ര ഭയങ്കരമാണ് ഈ ശാസ്ത്രജ്ഞൻ്റെ യുക്തി ബോധമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതൊന്നും പിന്നെ എംപിരിക്കലായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന സമർത്ഥിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അതിൻ്റെ മേഖലയ്ക്ക് പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയാണ് മതവും ശാസ്ത്രവും മതവും സാഹിത്യവും സംസ്കാരവും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇവർ അംഗീകരിക്കില്ല. ന്യൂ അത്തീസ്റ്റുകൾ എല്ലാത്തിനും ശാസ്ത്രത്തിലൂടെ ഉത്തരം കണ്ടെത്താൻ കഴിയും. പിന്നെ ഇവർ ഉന്നയിക്കുന്ന ചില ഉഡായിപ്പ്, ഇതൊക്കെ പുതിയ ചില ഉഡായിപ്പ് ന്യായങ്ങളുണ്ട്. ഇവർ പറയും കുറേ പിന്നെ പത്രവാർത്തകളുണ്ടാവും, ഒരുപാട് മതവിശ്വാസികൾ ചെയ്ത മൊല്ലാക്കന്മാരൊക്കെ പീഡിപ്പിച്ച ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മൊല്ലാക്കന്മാർ കുട്ടികളെ പീഡിപ്പിച്ച കഥകളുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു വശത്ത് വേറൊരു രസം എന്ന് പറഞ്ഞാൽ ഈ 9/11 ഇവരൊരു പ്രധാന തുടിപ്പിച്ചിട്ട് തീവ്രവാദം, ഭീകരവാദം. ഡോക്കിൻസ് മുതൽ കേരളത്തിലെ ഏറ്റവും ചെറിയ യുക്തിവാദിയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് എന്താണ്? തീവ്രവാദം, ഭീകരവാദം, IS. ഇതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൂട്ടർ ഒരേ ആയത്ത് വന്ന് നമുക്ക് കാണാം. IS ഓതുന്ന അതേ ആയത്ത് തന്നെയാണ് ഡോക്കിൻസും ഈ യുക്തിവാദികളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ആയത്തുണ്ടല്ലോ, ഇപ്പോൾ വിശദീകരിക്കാൻ ഇപ്പോൾ ഇവിടെ സമയമില്ല. അപ്പോൾ ഈ ആയത്തുകൾ രണ്ട് കൂട്ടരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുറേ ആയത്താണ്. ഈ ആയത്ത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഓതാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഈ സമൂഹം ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങൾ വളർന്നു വന്നതും മറ്റ് ജനസമൂഹങ്ങളുമായിട്ട് ജീവിച്ചതും സഹവസിച്ചതും സഹകരിച്ചതും മുസ്ലിം സമൂഹം പിന്നെ ഈ സാംസ്കാരിക വിനിമയങ്ങൾ നടന്നതും ഒരു മഹത്തായ നാഗരികത, ഇസ്ലാമിൻ്റെ കൊള്ളക്കൊടുക്കുകളിലൂടെയുള്ള ആശയവിനിമയത്തിലൂടെയുള്ള ഒരു മഹത്തായ നാഗരികത വളർന്നു വന്നതൊക്കെ ഈ ഖുർആനും ഹദീസൊക്കെ ഓതിയോൽ തന്നെയാണ്. ഇതൊന്നും ഒരു കാണൂല. ഈ കുറച്ച് പിന്നെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി അതിന് വേറെ കാരണമുണ്ട്. അതും മതമായിട്ടൊരു ബന്ധമില്ല. സൂയിസൈഡ് ബോംബിംഗ് എന്ന് പറഞ്ഞ സാധനം ഇസ്ലാമിക ചരിത്രമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സംഗതിയാണ്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്തൊക്കെയാൽ കാണാം. ഏതോ റഷ്യക്കാരനാണ് ആദ്യമായിട്ട് പൊട്ടിത്തെറിക്കുന്നത്. പിന്നെ അത് പിന്നെ തമിഴ് ഭീകരന്മാർ, പിന്നെ ഐറിഷ് ഭീകരന്മാർ, ഇവരൊക്കെ പഠിച്ച് അതിൽ നിന്നാണ് ഈ പിന്നെ അൽഖായിദയും പിന്നെ ഇവരൊക്കെ ഇത് കടമെടുക്കുന്നത്. അതൊക്കെ രാഷ്ട്രീയമാണ്, മതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത. അതിനൊക്കെ പറയും വിഷയത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ സമയമില്ല. തനി രാഷ്ട്രീയമാണ്. അതായത് മിഡിൽ ഈസ്റ്റിൻ്റെ, അറബ് ലോകത്തിൻ്റെ, പിന്നെ മുസ്ലിം ലോകത്തിൻ്റെ രാഷ്ട്രീയ ജിയോ പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ ടെററിസം എന്ന് പറഞ്ഞ സാധനം മുഴുവൻ ഉത്ഭവിക്കുന്നത്. വേറെ തന്നെ വിശകലനം ചെയ്യേണ്ട കാര്യം. അതും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ല. അതുകൊണ്ടാണ് ഈ ISനൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ ഒറ്റയടിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത തള്ളിക്കളയുന്നതും എതിർക്കുന്നതും. ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. അവർക്ക് കുറച്ച് ആയത്തുണ്ട്, പിന്നെ അവർക്ക് ഓതാനും ഇവർക്ക് ഓതാനും കുറച്ച് ആയത്തുണ്ട്. അപ്പോൾ ഇത് ഒരു വശം ഭീകരവാദം. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ക്രൈംസ്, അതും കൂടി മാത്രം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾ, ഈ മുസ്ലിങ്ങൾ എന്ന പേരിൽ കുറേ ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, ഇതിൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇവർക്ക് ഇവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഇല്ല. ഈ ജബ്ബാർ കുറ്റം ചെയ്താലും ജാമിദ കുറ്റം ചെയ്താലും കുറച്ച് പേര് മുസ്ലിം പേരുകളുള്ള കുറേ ആളുകളുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് പേരുകൾ പറയാം. പിന്നെ അയ്യൂബ് കുറ്റം ചെയ്താലും വേറെ ആര് കുറ്റം ചെയ്താലും ഇതൊക്കെ കടലാസിൽ എഴുതപ്പെട്ട മുസ്ലിങ്ങൾ കണക്കിലാണ്. കാരണം യുക്തിവാദികൾ സ്വന്തമായ ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല. ഈ ക്രൈം റേറ്റ് കണക്കാക്കുമ്പോൾ മുസ്ലിം പേരുള്ള ആളുകൾ ആര്? അവർ ചിലപ്പോൾ യുക്തിവാദികളായിരിക്കും, നാസ്തികന്മാരായിരിക്കും, ഇസ്ലാം വിരുദ്ധരന്നായിരിക്കും, ചിലപ്പം ഭയങ്കരമായ ഇസ്ലാമിനെ വിമർശിച്ച് നടക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ അവരുള്ള ആ പേരുള്ള ആളുകളാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ വരവ് ചേർക്കപ്പെടുക ഇസ്ലാമിൻ്റെ ബാലൻസ് ഷീറ്റിലാണ്. ഹിന്ദു പേരുള്ള ക്രിസ്ത്യൻ പേരുള്ള ഒരു നിരീശ്വരവാദി കുറ്റം ചെയ്താൽ അത് ഹിന്ദുയിസത്തിൻ്റെയോ ക്രിസ്ത്യാനിസത്തിൻ്റെയോ പേരിലാണ്. കാരണം ഇവർക്ക് സ്വന്തമായ ഐഡൻറ്റിറ്റി ഇല്ല. ഇതൊരു വിഷയം, ഒരു പ്രശ്നം. പിന്നെ ഈ പറയുന്നതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ തെറ്റിയെന്നു, അതുകൊണ്ട് ഇവർ തമ്മിൽ സമയമില്ലേ. മതമുള്ളവർ തെറ്റിയെന്നു, നാസ്തികരും തെറ്റിയെന്നു. നാസ്തികർ നന്മ ചെയ്യുന്നു, കുറച്ച് മതവിശ്വാസികൾ നന്മ ചെയ്യുന്നു. നമ്മളെന്താ വ്യത്യാസം? ഇത് തമ്മിലുള്ള വ്യത്യാസം മതവിശ്വാസികൾക്ക്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട് വളരെ വ്യക്തമായ. ഒരു മനുഷ്യന് നന്നാണെന്ന് തീരുമാനിച്ചാൽ, പിന്നെ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന മൊല്ലാക്ക ഇസ്ലാം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്, അത് ഇസ്ലാമിൻ്റെ കുറ്റമല്ല. അത് മൊല്ലാക്കി ആയതുകൊണ്ട് അയാൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഇസ്ലാം ആവില്ല. ഒരാൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണമെന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് നന്നാവാനുള്ള ഒരുപാട് സ്കോപ്പ്, ഏത് ഉന്നതങ്ങൾ വരെ എത്തിച്ചേരാനുള്ള ഒരു അടിസ്ഥാന ബേസ് ഇസ്ലാം നൽകുന്നുണ്ട്. ധാർമ്മികമായൊരു മോറൽ ബേസിസ്, ഒരു എത്തിക്കൽ കോഡ് ഇസ്ലാം നൽകുന്നുണ്ട്. എല്ലാ മതങ്ങളും നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളുടെ അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങൾ എല്ലാ മതങ്ങളിലും സമാനമായിരിക്കുന്നത്. അതുകൊണ്ടാണ്
ഇവർക്കൊരു അടിസ്ഥാനം എന്താണ് നിങ്ങളുടെ പിന്നെ മൊറാലിറ്റി എന്ന് വെച്ചാൽ പിന്നെ പീറ്റർ സിംഗർ ഒന്ന് പറയും, വേറൊരാൾ വേറൊന്ന് പറയും. ഇവിടുത്തെ യുക്തിവാദികളോട് ചോദിച്ചാൽ അയാളെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയും, അയാൾ വേറൊന്ന് പറയും. ഒരാൾ പറയും പിന്നെ മാനവികത പ്രകൃതി വിരുദ്ധമാണെന്ന് പറയും, മറ്റേയാൾ പറയും പ്രകൃതിവാദമാണ് പിന്നെ മാനവികതയുടെ അടിസ്ഥാനം എന്ന് പറയും. ഇങ്ങനെ ഓരോരുത്തർക്കും തോന്നുന്നതാണ് അവരുടെ ധാർമ്മികത എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയുള്ള കുറേ പിന്നെ കുറേ ഒരുപാട് രസങ്ങളുടെ ഇതുപോലെ ഹാപ്പിനെസ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ കാണിച്ചിട്ട് അവരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. മതരഹിത രാജ്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. പുരോഗതി ഇതിൽ ഇങ്ങനത്തെ കുറേ ന്യായങ്ങൾ, ഇതിൻ്റെ പിന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ സമയമല്ല കൂടുതൽ. അപ്പോൾ ഈ പ്രതിഭാസം ഞാൻ പറയുന്നത് ന്യൂ അത്തീസം, ഇതൊന്നും നവനാസ്തികത എന്നുള്ള പേരിലൊന്നും അല്ല കേരളത്തിൽ ആ ഒരു വ്യക്തമായ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റിയ സംഗതികളല്ല. ഇവരെയൊക്കെ പൊതുവിൽ ഒരുമിച്ച് നിർത്തുന്ന ഈ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഇത് വളരെ അപകടകരമായി കേരളത്തിൽ വളർന്നു വരുന്ന ഈ ക്യാപിറ്റലിസ്റ്റ് അനുകൂല കൊളോണിയലിസ്റ്റ് അനുകൂല ഇസ്ലാമോഫോബിക്കായിട്ടുള്ള സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ഇവർക്കൊന്നും സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. ജനങ്ങളെ മതത്തിൽ നിന്ന് അകറ്റുക, ധാർമ്മികതയിൽ നിന്ന് അകറ്റുക, വിശ്വാസത്തിൽ നിന്ന് അകറ്റുക, പോസിറ്റീവായ ഒന്നും. കുറച്ച് ആളുകളെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് മതത്തെ നശിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് അതിന് പകരം വെക്കാൻ ഇവരുടെ കയ്യിൽ ഒരു വസ്തുവില്ല, ഒരു ആശയമില്ല, ഒരു ഐഡിയോളജിയും ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ സാമൂഹ്യ വിരുദ്ധത നമ്മൾ തിരിച്ചറിയുകയും ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് ഒരു മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ, അതിന് മനുഷ്യരുടെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു സംഗതിയായിട്ട് മാറിയിരിക്കുന്നു എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സ്വാഗതം.